KMCHIയുടെ നേതൃപഠന ക്യാമ്പ് കണ്ണൂരിൽ വെച്ച് നടക്കുന്ന കരുതൽ 2024. കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷൻ സംഘടന ഒരു സർവീസ് രൂപീകരണത്തിന് ശേഷം കേരളത്തിലെ തദ്ദേശഭരണ വകുപ്പിലെ മുഴുവൻ ജീവനക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് തീരുമാനം നടത്തുകയും കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സ്റ്റാഫ് അസോസിയേഷന്റെ പേരിലേക്ക് മാറുകയും ചെയ്തു. അതിനുശേഷം നമ്മൾ നടത്തുന്ന ഏറ്റവും ആദ്യത്തെ ക്യാമ്പാണ് ഈ കണ്ണൂരിലെ മർമര റിസോർട്ടിൽ നടത്തുന്നത്. സംസ്ഥാന പഠന ക്യാമ്പ് സിന്ദാബാദ്, സംസ്ഥാന പഠന ക്യാമ്പ് സിന്ദാബാദ്, സിന്ദാബാദ്. ഏറെ കരുത്തോടെ നയിക്കുന്ന നമ്മുടെ പ്രസിഡന്റ് ശ്രീ PI ജേക്കബ്സൺ അവരുടെ സ്വാഗത ഭാഷണത്തിനായി ഏറെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ കണ്ണൂർ DCCയുടെ ആരാധനായ പ്രസിഡന്റ് ജോർജ് അവർ, ഈ യോഗം ഉദ്ഘാടനത്തിനായി എത്തിച്ചേർന്നിരിക്കുന്ന ഏറെ ബഹുമാന്യനും ആദരണീയനും AICC സെക്രട്ടറി കൂടിയായ ശ്രീ PC വിശ്വനാഥൻ എല്ലാവരും, ഓർഗനൈസിംഗ് സെക്രട്ടറി OV ജയരാജ്, വൈസ് പ്രസിഡന്റുമാരായ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുണ്ട്, പ്രിയങ്കരായ നേതാക്കളെ, വിവിധ ജില്ലകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഇതിന്റെ പേരാണിപ്പോൾ പ്രവർത്തകന്മാരെ ഭാരവാഹികളെ സുഹൃത്തുക്കളെ, എല്ലാവരും ഒരു സംസ്ഥാന പഠന ക്യാമ്പ്, നേതൃത്വ പഠന ക്യാമ്പ് കണ്ണൂരിൽ വെച്ച് നടത്തുമ്പോൾ അതിൽ പങ്കെടുക്കാൻ ഇരിക്കുക എന്നത് ശരിയല്ല. പലപ്പോഴും പലരും പറയാറുണ്ട് നമ്മൾ പോരാ, നമ്മൾ ശരിയല്ല, കുറച്ചുകൂടി സജീവമാക്കണമെന്നൊക്കെ പറയും. ഈ പറയുമ്പോൾ പറയുന്ന ആളതിന്റെ കൂടെ ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും ഒരു റോഡ് വീതി കൊണ്ടാണെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ആളുകൾ പറയും വീതിയുള്ള റോഡില്ല, അവസാനം നിങ്ങളെ പറഞ്ഞ ഒരു അടി അത് തൊടാൻ പറ്റും എന്ന് പറയുന്ന പോലെയാണ്. എല്ലാവരും പറയും ഇത് സജീവമാകണം, കുറച്ചുകൂടി അച്ചടക്കം വേണം, ഇതൊക്കെ പറഞ്ഞാൽ ഇത് പക്ഷേ പറയുന്ന ആളുകൾ പലപ്പോഴും ബാധകമാകാറില്ല എന്നതാണ് അവസ്ഥ. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാവരും ഒത്തൊരുമിച്ചിട്ടുണ്ട്. ഇപ്പോഴും നിൽക്കുന്നവരെന്ന് പറയുന്നത് നമുക്കറിയാം, ഇതിൻ്റെ അത് ക്ലെയിമാണ്. സംസാരിക്കുന്നതിനുള്ള അവസാനത്തെ അവസരമായതുകൊണ്ട് അത് പ്രയോജനപ്പെടുത്താതെ പോയാൽ പിന്നീട് ഒരിക്കലും ലഭിക്കാത്ത ഒരു അവസരമായി പിന്നീട് അത് ദുഃഖമുണ്ടാക്കുന്നുണ്ട്. ഒരല്പം കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 36 വർഷത്തെയും 3 മാസത്തെയും സർവീസാണ് ഈ മാസം 31-ാം തീയതി ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നത്. മറ്റുള്ളവരിൽ നിന്നും ഒരല്പം വ്യത്യസ്തമായ പ്രവൃത്തി പരിചയം എനിക്കുണ്ട് എന്ന് ഒരു ചെറിയ അഹങ്കാരത്തോടുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ സംസ്ഥാന സർവീസിൽ, അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് സർവീസിൽ, ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സർവീസ്, അങ്ങനെ 3 സർവീസിൽ ജോലി ചെയ്തിട്ടാണ് ഞാൻ സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. ആദ്യമായി താൽക്കാലിക അടിസ്ഥാനത്തിൽ സംസ്ഥാന സർവീസിൽ 1.5 വർഷം ജോലി ചെയ്യാൻ എനിക്ക് അവസരമുണ്ടായി. അതിനുശേഷം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പരീക്ഷ എഴുതി കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ 5.5 വർഷം ജോലി ചെയ്യാനുള്ള അവസരവും എനിക്കുണ്ടായി. അതിനുശേഷമാണ് മുനിസിപ്പൽ കോമൺ സർവീസിൽ PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഒന്നാമനായതുകൊണ്ട് മാത്രമാണ് എനിക്ക് ജോലി കിട്ടിയത്. രണ്ടാമനാണെങ്കിൽ ജോലി കിട്ടാൻ സാധ്യതയില്ല, കാരണം അന്ന് 2 വേക്കൻസി ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നാമനാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി റൊട്ടേഷൻ വരുമ്പോൾ ഞാൻ പുറത്താകും.
ചെറിയ റാങ്ക് ലിസ്റ്റാണ്, അത് ഒന്നിൽ വലിയ കാര്യമില്ല. അപ്പോൾ അങ്ങനെയാണ് സർവീസിൽ വരുന്നത്. ഈ ജോലി കിട്ടുമ്പോൾ പൊതുവെ എല്ലാവരും ചോദിച്ചു, എന്തിനാണ് കേന്ദ്ര ഗവൺമെന്റ് സർവീസ് വിട്ടുകൊണ്ട് നിങ്ങൾ കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ അന്ന് വാങ്ങിച്ചു കൊണ്ടിരുന്ന ശമ്പളത്തിന്റെ പകുതി പോലും ഇവിടെ കണ്ണൂരിൽ എനിക്ക് അന്ന് കിട്ടുമായിരുന്നില്ല. ഡൽഹിയിൽ ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളത്തിന്റെ പകുതി ശമ്പളം പോലും കിട്ടാതെ, പക്ഷെ നാടിനോടുള്ള സ്നേഹവും അതുപോലെ തന്നെ എന്റെ കുടുംബപരമായ ആവശ്യങ്ങളുണ്ട്. എന്റെ വീട്ടില് മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു പ്രധാന കർത്തവ്യമായി ഞാൻ എടുക്കുന്നത് കൊണ്ടും അതുകൊണ്ട് മാത്രം തികച്ചും ഉന്നതമായ ഒരു ജോലി രാജിവെച്ചുകൊണ്ട് ആ സർവീസ് ഒക്കെ മുഴുവൻ കളഞ്ഞുകൊണ്ടാണ് ഞാൻ തദ്ദേശ സ്വയംഭരണ അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിൽ സർവീസിലേക്ക് വന്നത്. 1995 മെയ് മാസമാണ് സർവീസിൽ പ്രവേശിച്ചത്. ഞാൻ തുടക്കം മുതൽ കണ്ണൂർ മാത്രമാണ്. കാരണം ഞാൻ ജോലി ചെയ്യുന്ന തസ്തിക കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയാണ്. അത് കേരളത്തിൽ വളരെ കുറച്ച് നഗരസഭകളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ സെക്രട്ടറിയായും അതുപോലെ തന്നെ ചെയർമാനുമായ മേയർമാരുമായൊക്കെ ഏറ്റവും അടുത്ത് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. വളരെ വലിയ അർത്ഥമുണ്ട്. കരുതാൻ, നമ്മളെ കൂടെ പിടിക്കാൻ, സ്നേഹം തരാൻ, നമ്മളെ സഹായിക്കാൻ, നമ്മളെ ഒപ്പം നിൽക്കാൻ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു സംഘടന എന്ന് പറയുന്നത് KFGS പ്രസ്ഥാനം. ഇവിടെ വരുമ്പോൾ നമ്മൾക്ക് ഒരു ആഹ്വാനമുണ്ട്, ഇവിടെ വരുമ്പോൾ നമ്മൾക്ക് ഒരു സുരക്ഷയുണ്ട്. ഇതിനോടൊപ്പം നിൽക്കുമ്പോൾ നമുക്ക് കരുതലായ നമ്മുടെ നേതാക്കന്മാരുണ്ട്. സത്യമാണ് നേതാവ്. ആ നേതാക്കന്മാരുടെയും പ്രസ്ഥാനത്തിന്റെയും നിങ്ങളെവരുടെയും തടവിൽ 36 വർഷക്കാലം ഈ സംഘടനാ പ്രവർത്തനത്തിൽ നടത്തിക്കൊണ്ട് സർവീസ് ലഭിക്കുക എന്നുള്ളത് ആത്മാവിനുള്ള കാര്യമാണ്. ഞങ്ങൾ മുദ്രാവാക്യം ഏറ്റുപിടിക്കാൻ നമ്മളുണ്ടാവണം. നിങ്ങളില്ലെങ്കിലും ഈ പ്രസ്ഥാനത്തിന്റെ പുതുതലമുറപ്പെട്ട പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ടുള്ള പുതിയ കുട്ടികളെ നിങ്ങളെല്ലാവരോടും പറയാനുള്ളത്, ഈ പ്രസ്ഥാനം നിങ്ങൾക്ക് തടയാവുന്നതാണ്, നിങ്ങൾക്ക് തടയാവുന്നതാണ്, നിങ്ങൾക്ക് കരുതലാണ് ഈ പ്രസ്ഥാനം. ഞാൻ കൂടുതൽ വിവരിക്കാനായിരിക്കുന്നില്ല. ഒട്ടനവധി വർഷമായി നമ്മുടെ സംഘടനയുടെ കീഴിൽ ഒരു സ്വാർത്ഥ, ഒരു സ്വാർത്ഥനം, ഒരു സ്പർശം എന്നുള്ള രീതിയിലുള്ള ഒരു കലാ സാംസ്കാരിക സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലകളിൽ കണ്ണൂരിൽ ചുക്കാൻ പിടിച്ചത് ഇന്ന് KFGSയുടെ സംസ്ഥാന സമിതി അംഗമായി നമ്മുടെ മണിപ്രസാദ് സാറാണ്. മണിപ്രസാദ് സാർ നമ്മളെ കൊണ്ട് നടത്തിയ ഒരുപാട് വഴി
KMC SJ കേരളത്തിലെ ഈ രംഗത്ത് വളരെ കത്തിച്ചൊലിച്ച് മുൻപോട്ട് പോകുന്ന ഒരു സംഘടന എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഈ നാടിന്റെ ജനങ്ങളുടെ പിന്തുണയും പിന്തുണയും ഉണ്ട് എന്ന് എനിക്കറിയാം. ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പിന്തുണയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പിന്തുണ നിങ്ങളുടെ ഈ സംഘടനക്കുണ്ട്. ഈ സംഘടനക്ക് മുൻപോട്ട് പോകാനുണ്ട്. എന്ത് പ്രതിസന്ധി വന്നാലും നിങ്ങളെ സഹായിക്കാൻ കേരള വാർത്തകളുണ്ട്. നിങ്ങളെ കാണാനും രണ്ട് വാക്ക് സംസാരിക്കാനും സാധിച്ചത് ഇതിന്റെ സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം ചെയ്യുന്നു. എല്ലാ പരിപാടികളിലും ഈ ഒരു കൂട്ടായ്മയും ഈ ഒരു സഹകരണവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ക്യാമ്പിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഇതിനെ സംഘാടകരെ സംബന്ധിച്ച് നമുക്കറിയാം, കയ്യും മെയ്യും മറന്ന് കഴിഞ്ഞ 2 മാസക്കാലം നമ്മളെ ഈ മലബാറിലേക്ക് ക്ഷണിച്ച് ഇത്ര മനോഹരമാക്കി, അല്ലെങ്കിൽ ഈ ക്യാമ്പ് നമ്മളെ നിറഞ്ഞ മനസ്സോടെ ഞാനും നിങ്ങളും ഇവിടെ വിട്ടു പോകാൻ സാഹചര്യമുണ്ടാക്കിയ ഇതിൻ്റെ സംഘാടകരെ നമ്മൾ അഭിനന്ദിക്കുന്നു. ഇന്ന് നമ്മളിൽ നിന്നും അല്ലെങ്കിൽ പിരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ബഹുമാനായ ബാബുരാജ് സാറിനും അതോടൊപ്പം തന്നെ ശ്രീ KK സുരേഷിനും എല്ലാം അവിടെ ഭാവി ജീവിതം ഭാസുരമാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ പതാക താഴ്ത്താനുള്ള അനുവാദം നൽകണം എന്ന് അഭ്യർത്ഥിച്ചു ഞാൻ നോക്കുന്നു.